ആലോചിച്ചത് ഞാൻ തന്നെ. അപ്പൊ ഇത് എന്റെ ചേട്ടനോടുള്ള സെക്കൻഡ് ലെഗാണ്. തോറ്റ് കഴിഞ്ഞപ്പോ ഒരു എക്സ്ക്യൂസ് കൊണ്ടുവന്ന് ഈ സെക്കൻഡ് ലെഗ് കളിച്ചേ പറ്റുള്ളൂ, നീ വാളാ പേടിയാണോന്നൊക്കെ വിളിച്ച്. അങ്ങനെ വിളിക്കുമ്പോ നമ്മള് പോണ്ടേ. ഇത് തോക്കുന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. അതുകൊണ്ടാണ് ഞാൻ മടി കാണിച്ചത്. താരം മാറ്റാനൊന്നും പോകുന്നില്ല. വെറുതെ അല്ല സെക്കൻഡ് ലെഗിന് വിളിച്ച്, ഇങ്ങനെ ടീം മാറ്റാനല്ലേ, കൊല്ലാൻ വേണ്ടി വിളിച്ചതാ. എന്തോ ടീം പറയാനോ അനങ്ങിയില്ലെന്നോ. സെക്കൻഡ് ലെഗ് ഇന്ന് ഞാൻ ഫസ്റ്റ് ലെഗ് ഇടാം. നാളെ അല്ലെങ്കിൽ നാളത്തെ ഞാൻ സെക്കൻഡ് ലെഗ് ഇടാം. നാളെ ഇടാം, സൺഡേ അല്ലേ, സീനില്ല. തുടക്കത്തില് എനിക്ക് മനസ്സിലായി കളി പോയത്. കളി പോയി. എന്താ അതാ തിരിച്ചു കൊടുത്ത്. മൂഞ്ചി. അയ്യോ കൊടുക്കല്ലേ. കർക്കേറസിന്റെ അടുത്ത് ഇൻസിനെ എങ്ങനെ പിടിച്ചു വെക്കാനാ? ഡാഗ് ഒന്ന് പോയി കിട്ടിയായിരുന്നു, എനിക്ക് ഇച്ചിരൂടെ നന്നായിട്ട് കളിക്കായിരുന്നു. എക്സ്ട്രാ ടൈം ഉണ്ടെന്ന് തോന്നുന്നു. അതേ റൂമിൽ തന്നെ കയറിയേ. എല്ലാം ഉണ്ടായിട്ട് കഴിഞ്ഞ കളി കിട്ടിയായിരുന്നു. എക്സ്ട്രാ ടൈമിൽ ഗർണാച്ചോ, അതും ഫസ്റ്റ് ഗോള്. That's why I got him in the team, man. മെസ്സി അടിച്ചടാ ഹെഡർ. എന്റെ ഡിഫൻഡേഴ്സ് എന്തിനാണ് അവിടെ നിൽക്കുന്നത്? മെസ്സി അടിച്ചടാ ഹെഡർ. സെക്കൻഡ് ലെഗ് അത് മെസ്സി വന്ന് ഹെഡർ അടിച്ചടോ. ആ അവസ്ഥയൊന്ന് ഓർത്ത് നോക്കിയേ. അതലാഗ്. കീപ്പർ ഉള്ളതുകൊണ്ടോ പിന്നെ ഞാൻ ജയിച്ചു പോന്നേ. രക്ഷപ്പെട്ടൊരു ഗോളടിച്ച്. ഇനി ഞാൻ തോക്കാൻ സാധ്യതയുണ്ട്. അതാണ് ഞാൻ പിന്നെ നോർമൽ ടൈം ഇട്ടോട്ടെ. എന്റെ ചേട്ടൻ ഇടുമ്പോ 10 മിനിറ്റ് ഒക്കെ ഇടുന്നേ. എടാ ഇതെന്താണോ ആ വാമ്പൂട്ടിനവിടെ എന്നാണോ നിന്നോ? ക്ലിയർ അടിച്ചിട്ട് പോയി ടാക്കിൾ ചെയ്ത് കൊടുത്ത്. കമ്മിറ്റഡ്, ഞാൻ പറയുന്നില്ല. എന്നാലും മെസ്സി ഹെഡർ അടിച്ചില്ല, അത് മതി എനിക്കത് മതി. ഇന്നത്തേക്കുള്ളതായി. പിന്നെ ഫസ്റ്റ് ലെഗ് ആണല്ലേ, ചപ്പ കുഴപ്പമില്ലല്ലോ. ഈ റേഞ്ച് എന്താ ഇങ്ങനെ? ഇൻസിന്യക്ക് ബോൾ കൊടുക്കടാ നിങ്ങള്. അടിക്ക് മെസ്സി, കൊടുക്ക്. പോസ്റ്റ് അടുത്തത്. കളികളൊക്കെ എനിക്ക് അതാ പാമ്പുവിട്ട്. നിങ്ങൾ എവിടെയാ പോന്നെ? ഡിഫൻഡറിന്റെ പണിയെടുക്കണോ? ഈ സീക്കോനെ മാത്രം എനിക്ക് പേടിയുള്ളൂ. ഇത്ര ലോങ് പോയി നിക്കണോ മെസ്സി? ഇച്ചിരി അടുത്തൊക്കെ നിന്നൂടെ? അതിന്റെ ലാഗ് ഇങ്ങനെ വരുന്നേ. മെസ്സി പിന്നെ പോയാ റോബർട്ട്സൺ എടുത്ത്. എന്തൊക്കെയാ പറയുന്നത്?
ഇപ്പോഴാട്ടോ എന്റെ AMF കളിക്കാൻ തുടങ്ങി. അതാ പോയി ഏതാ മോനെ സേവ്. കീപ്പർ ഉള്ളോണ്ട് ഇങ്ങനെ രക്ഷപ്പെട്ടു. മെസ്സി ഹെഡ് ചെയ്യാൻ പോവല്ലേ? അത്ര എനിക്ക് ചോദിക്കാവുള്ളൂ. ഹെഡ് ചെയ്യാൻ മാത്രം പോവല്ലേ? മെസ്സി അങ്ങ് പൊക്കോ, ഇവിടെ പൊക്കോ. നോക്കടാ എന്റെ. അതോ കയ്യിലിട്ട് കൊടുത്ത്. ഇതെന്തറാ പാസ് പോവാത്തെ? ഡിഫൻഡേഴ്സേ, അത് ആരാ അവിടെ നിന്നേ? എന്നിട്ട് മാറിപ്പോയ സീക്കോന്റെ അടുത്തുനിന്ന്. അത്രയ്ക്ക് പേടിയാണോ സീക്കോനെ? എനിക്ക് പേടിയാട്ടോ. പ്രിറ്റി ഗുഡ്. ഭയങ്കര പ്രിറ്റിയ. മെസ്സി വെക്കോ. എടാ കീപ്പർ വന്ന റഷേ. നല്ലൊരു ഷോട്ട്. കോർണർ അടിച്ച 3-1 ലീഡുമായിട്ട് പോവാ. അടിക്കോ ആമ്പൂട്ടിന് പോകരുത്. ടൈം ഇട്ടില്ലെന്ന്. അതെന്താ സിക്സറാ? ടൈം ഇട്ടില്ല. 10 മിനിറ്റ് വേണം, എന്നാലല്ലേ കമ്പാക്ക് അടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് എല്ലാ കളിയും നോക്കുന്നത്. ഞാൻ ടൈം ഇടൂല, എനിക്കറിയാം നോക്കൂന്ന്. നിന്റെ ഇടയ്ക്ക് ചാറ്റ് ചെയ്യുന്നു. അപ്പൊ ഇവനല്ലേ കളിക്കുന്നേ? ഏതാ ടീം? ഇത് ആർസണൽ അല്ലായിരുന്നല്ലോ നേരത്തെ. എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് ഇവനാണോ കളിക്കുന്നത്. കോണ്ടന്റ് ഇറങ്ങണോ? ആമ്പൂട്ട് നല്ല വാണ കേട്ടാ കളിച്ചേ. നീ പോണോ പട്ടി. ഹലോ സോറി. എന്നാലും ഫസ്റ്റ് ബോൾ എനിക്ക് ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല. ക്ലിയറും കൊടുത്തിട്ട് ടാക്കിളും ചെയ്തിട്ട് കാലിന്റെ ഇടയിൽ കൂടെ പോയത്. എന്താണോ ഇങ്ങനെയൊക്കെ സ്ക്രിപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അയ്യോ, എന്തിനിങ്ങനെ സെലിബ്രേറ്റ് ചെയ്ത്? 2-2 ആയുള്ളൂ. നീ ക്ലേസ് ചെയ്തോളാ കമന്റേറ്ററെ. നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ. കമന്ററി ചേട്ടൻ. ഇതെന്താ സൈഡിലേക്ക് അടിക്കുന്ന എല്ലാരും? ഇവർക്ക് സൈഡിലോട്ടെ കാല് പോളോ? പോസ്റ്റ് മുന്നിലല്ലേ? ഷൂട്ട് ചെയ്യാനുള്ള ബുദ്ധി ഇല്ലേ? അതിന്റെ ഇടയ്ക്ക് ക്രോസ് ചെയ്യാൻ അരമണിക്കൂർ. പിന്നെ നാളെ വരെ എടുത്തിട്ട് ക്രോസ് ചെയ്താൽ മതിയടാ. അറിയായിരുന്നല്ലേ ക്രോസിനായിരുന്നെന്ന്. അതാ കാലിലിട്ട് കൊടുത്തറാ. എന്താ ചെയ്യുന്നേ? മിസ്സായടാ. റോബർട്ടോ എന്നെ അറ്റാക്കിങ്ങിന് അല്ല ഏട്ടാ ഞാൻ കൊണ്ടിട്ടേക്കുന്നേ. ഞാൻ നിന്നെ ലെഫ്റ്റ് ബാക്കായിട്ട് ഇട്ടേക്കുന്നേ. എഡ്ജർ ക്രോസിംഗ് ഉണ്ടെന്ന് പറഞ്ഞ അങ്ങോട്ട് കേറി പോവാൻ നിക്കണ്ട. അതെന്താ? അതെങ്ങനെ? കളി പോയി. എനിക്കറിയായിരുന്നു. ഞാൻ 2 ഗോളൊക്കെ അടിച്ചപ്പോ ഞാൻ ഓർത്തു ഈ കളി എനിക്ക് ജയിക്കാൻ. ഇതെന്താ കണ്ട? ഞാൻ പറയുന്ന ഇതാണ് ഗൈസ്. ഈ ഗെയിമേ എനിക്കെതിരെയാ. എന്നിട്ടും ഞാൻ ഇങ്ങനെ കളിക്കുന്നു. അപ്പൊ നിങ്ങളെല്ലാം അപ്രീഷിയേറ്റ് ചെയ്യണം. അങ്ങ് പിടിക്ക്.
മാൾട്ടീനി നിങ്ങൾ വിട്ടോളി. കോർണർ എനിക്ക് അന്നേ നിങ്ങൾ ഈസ് ഓഫ് ഒന്നും വിളിക്കണ്ട. അങ്ങനെ എന്നെ കളിയാക്കൊന്നും വേണ്ട. എടാ ഈ രാഗിൽ എന്നാ താൻ വന്ന് കളിക്കടോ. ഈസസ് ഓഫ് ദ ബോളെന്ന് എന്ത് വർത്താനോ അത് തന്നെ. എന്നെ അങ്ങനെയൊക്കെ കളിയാക്കാവോ? വാണ്ടവനെടുക്കട്ടെ. എടുക്കണ്ടായിരുന്നു. മാറിപ്പോയതാ, ആള് മാറിപ്പോയതാ. ഇനി ഹെൻഡർസൺ കൊടുക്കും. എങ്ങോട്ടേക്ക് പോന്നേ? ഓ ടൈം വേസ്റ്റിംഗ് ആടാ. എനിക്ക് മനസ്സിലായില്ല, സോറി. കണ്ടാ, നിങ്ങക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഈ ലാഗ് വെച്ചിട്ടാ കളിക്കുന്നേ. അതാ അവിടെയും കളഞ്ഞു. ഷേ, ക്ലച്ചുവാൻ ഇറക്കാം നമുക്ക്. ക്ലച്ചുവാൻ വരട്ടെ, ക്ലച്ചുമൻ. എവിടെ 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 എന്റെ ആളെവിടെ? അങ്ങനെ അങ്ങ് പോയാലോ? മാറ്റിയാലോ തെറ്റല്ലേ? സ്ട്രൈക്കറിനെ മാറ്റിയേക്കാം. ടോറസ് വരട്ടെ. അല്ലെങ്കിൽ ടോറസിനെ എന്ത് ഇറക്കാൻ ഞാൻ നേരത്തെ. പക്ഷെ ടോറസ് ഉള്ളപ്പോ ആയിരുന്നു ജയിക്കുന്നത്. മെസ്സി എടുക്കും. മെസ്സി എടുത്തിട്ട് വലിയ കാര്യമൊന്നുമില്ലല്ലേ. ഇതൊക്കെ റോബർട്സിനെ എടുപ്പിച്ചിട്ട് എനിക്കെന്ത് കിട്ടാണ്? ഇത് അടിച്ച സീനാവും. അതെന്ത് പരിപാടിയാ? ഇവർക്ക് ഒരു ഗോൾ അടിക്കാനത് ഇത്ര പാട്. ടോറസ് ഇതുകാനും അടിച്ചില്ലെങ്കിൽ മാൻഡുമാൻ ഇട്ടാണ് ഇച്ചിരി അടിക്കാൻ എളുപ്പമായല്ലേ. മാൻഡുമാൻ അടിക്കാൻ എളുപ്പമായി. എനിക്കങ്ങനെ പേഴ്സണലി തോന്നി. ക്യാൻസർ അടിച്ച വെറുതെ ആയില്ല. അഥവാ ആയിരുന്നെങ്കിൽ എടാ പൊട്ടി പൊട്ടി. തോറ്റ്. മിക്കവാറും ഈ ഒരു തേർഡിലേക്കും ഉണ്ടാകും ഗൈസ്. നിങ്ങൾ വെയിറ്റ് ചെയ്യാ, ഞാൻ വരാം. എടാ ഇത് എന്തരാ ടൈമില് ബട്ടൺ വർക്കാത്തെ? കണ്ടാ, അവിടെയും വർക്കായില്ല. എന്തോ അത് കണ്ട. ഇത് എന്താണോ? ഗർണാച്ചോയ്ക്ക് ഡ്രിബിളിംഗും ഇല്ലേ. ഒരെണ്ണം കൂടെ അടിച്ചായിരുന്നെങ്കിൽ 4-3 ലാഗ് ഉണ്ടായിട്ടെന്ന് പറയാം. ലാഗ് ഉണ്ടെങ്കിൽ എന്താ ബ്രദറിന് അറിയാട്ടോ. അതറിയാം, കാരണം എന്റെ വീഡിയോ കാണാറുണ്ട്. ടൈം വേസ്റ്റിങ്. എടാ ഒരെണ്ണം പോലും അടിക്കാൻ വിടരുത് കേട്ടോ. എടാ ഒരെണ്ണം താടാ എനിക്ക്. ഒരെണ്ണം മതി എനിക്ക്. കഴിഞ്ഞ അടുത്തിടെ കാണാം. ബൈ.